ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നാണ് കരുതിയത്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം ചൈന പിടിച്ചെടുത്തെന്നും പേര് മാറ്റി എന്നൊക്കെ പറയുന്നു. വാസ്തവമുണ്ടോ? കോൺഗ്രസ് പറഞ്ഞല്ലേ? അതെ, ശരിയാണ്. പിടിച്ചെടുത്തു, പേരും മാറ്റി. അതിന് മുമ്പ് സിനുവിനോട് മാത്രമല്ല, സിനു എന്തായാലും ഇത് മുഴുവൻ കേൾക്കും. അതെ, പ്രേക്ഷകരോടും എനിക്ക് പറയാനുണ്ട്, മുഴുവൻ കേൾക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും അറിയേണ്ട കാര്യമാണ്, അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ഇന്ത്യയുടെ കാര്യം ഇന്ത്യക്കാരറിയണ്ടേ. അതുകൊണ്ട് മറ്റാരും ഇത് പറയത്തില്ല. കാരണം അത്രയ്ക്ക് രഹസ്യമായി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും പറയില്ല. ആ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ചൈന അങ്ങനെ പിടിച്ചെടുത്തു. ആ സ്ഥലത്തിൻ്റെ പേരിപ്പോൾ ഹിയാൻ കൗണ്ടി എന്നാണ്. ചൈന പേര് മാറ്റി. പേര് മാറ്റിയ ആ സ്ഥലത്തിൻ്റെ പഴയ പേര് ഞാൻ പറയാം, അക്സായ് ചിൻ എന്ന് പറയും. അക്സായ് ചിൻ സ്വിറ്റ്സർലൻഡിൻ്റെ വലിപ്പമുള്ള ഭൂപ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഉയരത്തിലുള്ള, ഏറ്റവും വലിയ തർക്കപ്രദേശം. 38,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, ഞാൻ പറഞ്ഞു തരാം. 38,000 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വലിപ്പം 38,864 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ 864 ചതുരശ്ര കിലോമീറ്ററേ കേരളത്തെക്കാൾ കുറവുള്ളൂ. ഏതാണ്ട് കേരളത്തോളം വലിപ്പമുള്ള ഭൂപ്രദേശം ചൈനയുടെ കയ്യിലാണ്. ഇന്ത്യൻ ഭൂപ്രദേശമായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഹിയാൻ കൗണ്ടി. പേര് മാറ്റി. ആരുടെ കാലത്താണെന്നറിയോ? 1962 ചൈന പിടിച്ചതാണ്. അതിൻ്റെ പേര് ചൈന മാറ്റി. പേര് മാറ്റി എന്നുള്ളത് ശരിയാണ്. ഇന്ത്യൻ ഭൂപ്രദേശമാണ്, ഇന്ത്യയുടെ നിന്ന് പിടിച്ചെടുത്തതാണ്. പേര് മാറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ പേര് മാറ്റിയത് ഏതിൻ്റെയാണെന്ന് പറയുന്നില്ല, ഏത് വർഷം പിടിച്ചെടുത്തതാണെന്ന് പറഞ്ഞില്ല. 62 ചൈന പിടിച്ചെടുത്ത അക്സായ് ചിന്നിൻ്റെ പേരാണ് ഹിയാൻ കൗണ്ടി എന്ന് മാറ്റിയിരിക്കുന്നത്. ആരായിരുന്നു പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു, രാഷ്ട്രശില്പി. മറ്റേ പുള്ളി പൂവൊക്കെ വെച്ച് നടക്കുന്ന പാർട്ടി. ഇനി ഹിയാൻ കൗണ്ടിയുടെ ചേർന്നുള്ള ഒരു പ്രദേശമുണ്ട്, ഹിക്കാങ് കൗണ്ടി. അതും ചൈന പിടിച്ചു. 1957 ഹിയാൻ കൗണ്ടിയിലൂടെ ചേർന്ന് G219 എന്ന് പറയുന്നൊരു ഹൈവേ തുറന്നു. അതായത് ഇന്ത്യ പിടിച്ചെടുത്ത ഹിയാൻ കൗണ്ടി എന്ന അക്സായ് ചിന്നിൽ G219 എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ തുടങ്ങിയത് ചൈനയാണ്. ചൈന നാഷണൽ ഹൈവേ തുടങ്ങി. 59 പാർലമെൻറ്റിൽ നെഹ്റു സമ്മതിച്ചു, നമ്മുടെ ഭൂമി കൂടെ അവരൊരു നാഷണൽ ഹൈവേ വെട്ടി അവരുടെ വണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനിയോ ഹാജി ലാങ്ങർ, ഹിയാൻ കൗണ്ടി എന്ന് പറയുന്ന ഈ അക്സായ് ചിന്നിൻ്റെ പ്രധാന ഭാഗമാണ്. ഇപ്പോൾ അത് 1959 ചൈന പിടിച്ചതാണ്. 59 പിടിച്ചു. അതിനുശേഷം അക്സായ് ചിൻ മൊത്തം പിടിച്ചു നെഹ്റുവിൻ്റെ കാലത്ത്. തീർന്നില്ല. 58 മുതൽ ഈ മേഖലയിൽ 58 വരെ നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇവിടെ പട്രോളിംഗ് നടത്തിയിരുന്നു. ഇപ്പോൾ കയറാൻ പറ്റില്ല, കാരണം ചൈനയുടെ ആണ്. നേരത്തെ പറഞ്ഞ G219 നാഷണൽ ഹൈവേ വരെ ഉണ്ടാക്കി ചൈന സ്വന്തമാക്കിയിരിക്കുന്നു. എത്ര? കേരളത്തോളം വരുന്ന ഭൂപ്രദേശം. അതിൻ്റെ പേര് മാറ്റിയതാണ്. തീർന്നില്ല. ക്വിസിൽ ജിൽഗ ചൈന 1962 ഇന്ത്യയിൽ നിന്ന് പിടിച്ചതാണ്. ക്വിസിൽ ജിർഗ. ദർഗ കോമ്പസ് എന്ന് പറയുന്ന വേറൊരു സ്ഥലം, വേറൊരു പോസ്റ്റ് 1961 പിടിച്ചു. ചുങ് താഷ് 1962 ചൈന പിടിച്ചു ഇന്ത്യയുടെ കയ്യിൽ നിന്ന്. തീർന്നില്ല. ഷമാൽ ലുങ്പ 1959 ചൈന ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചു. 1959 ഷമാൽ ലുങ്പായിലേക്ക് ഇന്ത്യൻ പട്രോളിംഗ് സംഘം ചെന്നപ്പോൾ ചൈനക്കാർ വെടിവെച്ചിട്ട് പിടിച്ചെടുത്തു. ഇത് ഇന്ത്യൻ പോസ്റ്റുകളാണ് ചൈന പിടിച്ചെടുത്തത്. ആരാ അപ്പം പ്രധാനമന്ത്രി? നെഹ്റു. ഇനി അക്സായ് ചിൻ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ വലിപ്പമുള്ള, സ്വിറ്റ്സർലൻഡിൻ്റെ വലിപ്പമുള്ള, കേരളത്തിനോളം ഭൂമി വരുന്ന പ്രദേശം. അത് നമ്മുടെ ലഡാക്ക് ജില്ലയുടെ ഭാഗമായിരുന്നു. ഭാരതീയ പുരാണത്തിൽ അക്ഷയ ചീന എന്നാണ് അക്സായ് ചിൻ്റെ പേര്. അക്ഷയ ചീന എന്നുള്ള പേരാണ് അക്സായ് ചിന്നായിട്ട് മാറിയത്. അത് കാശ്മീരിൻ്റെ ഭാഗമാണ്. ഹരിസിംഗ് രാജാവ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ കാശ്മീരിൻ്റെ ഭാഗമായിരുന്ന അക്ഷയ ചീനയും അക്സായ് ചിന്നും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ അവിടെ പോയി? ചൈനയുടെ കയ്യിലാണ്. അതിനുശേഷം 60 വർഷം ആര് ഭരിച്ചു? കോൺഗ്രസ് ഭരിച്ചു. കിട്ടിയോ? ഇല്ല. അംഗീകരിച്ചു കൊടുത്തു. ഇനി അതിനടുത്ത് വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് ട്രാൻസ് കാരക്കോറം ട്രാക്റ്റ് എന്ന് പറയുന്നൊരു മേഖലയുണ്ട് ഈ അക്സായ് ചിന്നിൽ. അത് എത്രയുണ്ടെന്ന് അറിയാം? 5180 ചതുരശ്ര കിലോമീറ്റർ.
ഇത് പാകിസ്ഥാൻ കാശ്മീരിലുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീരുണ്ട്, പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയൊരു കാശ്മീരുണ്ട് ഇവിടെ. അവിടെ ഇരിക്കുന്ന ആ POK നമ്മുടെയാണ്, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നമ്മുടെയാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അതിൽ നിന്ന് 5180 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പാകിസ്ഥാനെടുത്ത് ആർക്ക് കൊടുത്തു? ചൈനയ്ക്ക് കൊടുത്തു. അത് അക്സായ് ചിന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അപ്പം നമ്മുടെ സ്ഥലം പാകിസ്ഥാൻ കൊണ്ടുപോയി, പാകിസ്ഥാൻ അതിലൊരു ഭാഗം ചൈനയ്ക്ക് കൊടുത്തു, ചൈന നമ്മുടെ സ്ഥലം ലഡാക്ക് ജില്ലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. എല്ലാം മഹത്തായ കോൺഗ്രസ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. മനസ്സിലായല്ലോ? പക്ഷേ ഇപ്പോൾ വാർത്ത വന്നപ്പോൾ നമ്മുടെ ഇന്ന് പിടിച്ചെന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മുടെ ഇന്ന് പിടിച്ചത് മാത്രമേ ഉള്ളൂ, തീർന്നില്ല. ഇനി നമ്മുടെ ഇന്ന് പിടിച്ചെന്ന് മാത്രമല്ല കേൾക്കുന്നുള്ളൂ. ഇനി വേറൊരു കഥ കൂടെ പറയാം. നമ്മൾ ഇപ്പോൾ ചൈനയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ചൈനയുടെ കാര്യം പറയുമ്പോൾ ചൈന നമുക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി അംഗത്വം നമുക്ക് തന്നാണല്ലോ. അതെ. നെഹ്റു പറഞ്ഞു എനിക്ക് വേണ്ട, ഇന്ത്യക്ക് വേണ്ട, ഇയാളുടെ വീട്ടിലോട്ട് കൊടുത്ത പോലെ ഇങ്ങനെ കരുതിയേ. അത് അദ്ദേഹം പറഞ്ഞു അത് ചൈനയ്ക്ക് കൊടുത്തേക്ക്. അങ്ങനെ ചൈനയ്ക്ക് വീറ്റോ പവറുള്ള സുരക്ഷാ സമിതി അംഗത്വം കിട്ടി. നമ്മളോ അതിൻ്റെ പരിയമ്പുറത്ത് ഇപ്പോൾ ഓടി നടക്കുക, ചുറ്റി നടക്കുകയാണെന്ന് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ആരുടെ ചതി? നെഹ്റുവിൻ്റെ ചതി. ഇത് ചരിത്രമല്ലേ, നമ്മുടെ മുന്നിലുള്ളതല്ലേ. അതെ. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രവിശ്യ ഏകീകരണം രണ്ടുപേരെ ഏൽപ്പിച്ചത്. ഒന്ന് പട്ടേലിനെ ഏൽപ്പിച്ചു, നെഹ്റുവിനെ ഏൽപ്പിച്ചു. പ്രവിശ്യ ഏകീകരണം പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും കൂടി യോജിപ്പിച്ച് ഇന്ത്യ ഉണ്ടാക്കണം. അതിന് കാശ്മീർ ഭാഗം മാത്രം ഞാൻ നോക്കിക്കോളാമെന്ന് നെഹ്റു പറഞ്ഞു. ബാക്കിയെല്ലാം പട്ടേൽ നോക്കി. പട്ടേൽ 100% വിജയിച്ചു. നെഹ്റു ഒറ്റ സ്ഥലം ഏറ്റെടുത്തുള്ളൂ. അതിപ്പോഴും പരിഹരിക്കും തർക്ക വിഷയമാണ്. എങ്ങനെയുണ്ട്? ഏറ്റെടുത്ത കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പട്ടേലിന് കഴിഞ്ഞു അല്ലേ? എന്നിട്ട് പേരാർക്കാണ്? രാഷ്ട്രശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. പട്ടേലാരാണ്? പട്ടേലിനെ മറന്നേ പോയി. അതെ. പട്ടേലിനെ വേസ്റ്റ് ബിന്നിൽ തള്ളി. നരേന്ദ്രമോദി വരേണ്ടി വന്നു പട്ടേലിനെ ഓർമ്മിക്കുക. ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടാക്കിയത് പട്ടേലാണ്. ഒരു സംസ്ഥാനം മാത്രം ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പോയി. പുള്ളി ശരിയാക്കാൻ പോയതാണ്. ഇന്നും ശരിയാക്കാൻ അതിന് താല്പര്യങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള കഥകളറിയാമല്ലോ. അതെ. അബ്ദുള്ള ഫാമിലി, ഷെയ്ഖ് അബ്ദുള്ള മുതലുള്ള ബന്ധങ്ങൾ നോക്കണം. അവിടെ ചില ആളുകൾക്കൊക്കെ രാഹുൽ ഗാന്ധിയോട് പോലും മുഖച്ഛായ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും ആ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾക്ക്. അത് പോട്ടെ. അപ്പോൾ 1950 സംഭവം ഉണ്ടായി. 1950 ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ചൈന കയ്യേറി. ചൈന കയറിയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ ഒരു അക്ഷരം മിണ്ടാതെ, ലോകം മുഴുവൻ ടിബറ്റിനെ ചൈന പിടിച്ചതിനെ എതിർത്തു. ഇന്ത്യ മിണ്ടിയില്ല, കൈകെട്ടി നോക്കിയിരുന്നു. കാരണം അന്ന് നെഹ്റുവിന് ചൈന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. നെഹ്റു കമ്മ്യൂണിസ്റ്റായിരുന്നു. 2 ചെകുത്താന്മാർ നെഹ്റുവിൻ്റെ ഇടംബലം ഉണ്ടായിരുന്നു. ഒന്ന് VK കൃഷ്ണമേനോൻ, 2 ഒറ്റുകാർ, 2 പേരും മലയാളികളായിരുന്നു. മലയാളിയുടെ പൊതു സ്വഭാവം, മലയാളി കമ്മ്യൂണിസ്റ്റുകാർ. ഒന്ന് സർദാർ KM പട്ടേൽ, അംബാസഡർ, കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രി. ഇവർ 2 പേരും ചൈനീസ് പക്ഷപാതികളാണ്. ഇവർ 2 പേരും നെഹ്റുവും ചേർന്ന് ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. ആ 2 ഒറ്റുകാർ മലയാളികളായിരുന്നു ചൈനീസ് ചാരന്മാരെന്നുള്ളത് നമ്മൾ ലജ്ജയോടെ ഓർത്ത് തലകുലിക്കേണ്ടതാണ്. അങ്ങനെ ചൈന ടിബറ്റ് കയറിയപ്പോൾ നമ്മൾ മിണ്ടിയില്ല. അന്ന് ഈ കയ്യേറ്റത്തെ നമ്മൾ എതിർത്തിരുന്നെങ്കിൽ ഈ ഇപ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നിശ്ചിതമായ ഒരു അതിർത്തി നിർണയ രേഖയല്ല നമുക്കുണ്ടായിരുന്നത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിയന്ത്രണമുള്ള സ്ഥലമാണ് അതിർത്തി. അത് ഫിക്സഡ് അല്ല. ചൈന നാളെ നമ്മുടെ ഒരു ഭൂപ്രദേശം പിടിച്ചെടുത്താൽ അവിടം വരെയാവും. എത്ര കയ്യേറിയാൽ അവിടം വരെ എത്തും. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ പ്രശ്നം അത് സ്ഥിരമല്ല. ഒരു ഭൂപ്രദേശത്തിൻ്റെ നിയന്ത്രണം ആർക്ക് കിട്ടിയാൽ അതാണ് നിയന്ത്രണ രേഖ എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ നമ്മുടെ ഇന്ത്യയുടെ നയം ഒരു രാജ്യവും പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. ചൈനയുടെ നയമോ ഹോങ്കോങ് പിടിച്ചു, തായ്വാൻ പിടിക്കാൻ പോകുന്നു, പരമാവധി പിടിച്ചെടുക്കുക. അരുണാചൽ വേണമെന്ന് പറയുന്നു, സിക്കിം വേണമെന്ന് പറയുന്നു. നാളെ അവർ കയ്യേറി ഇങ്ങോട്ട് വന്നാൽ പിന്നെ LAC അവിടെയായിരിക്കും. അവർ മക്മോഹൻ ലൈൻ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ടിബറ്റ് കയ്യേറ്റത്തെ എതിർത്തപ്പോൾ ഇന്ത്യക്കും എതിർക്കായിരുന്നു. ഇന്ത്യ എതിർത്താൽ അത് ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം തൊട്ടടുത്ത അയൽ രാജ്യം എതിർക്കുന്നു. ചൈനയുടെ ആത്മമിത്രമെന്ന അറിയപ്പെടുന്ന ഇന്ത്യ എതിർത്താൽ വലിയ ക്ഷീണമാകുമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അന്ന് 2-3 കണ്ടീഷൻസ് വെക്കായിരുന്നു ഇന്ത്യക്ക്. ഒന്ന്, നിങ്ങൾ LACക്ക് പകരം മക്മോഹൻ ലൈൻ അംഗീകരിക്കണം. പിന്നെ നമുക്ക് അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ചൈന ഇപ്പോഴും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാമായിരുന്നു. ചെയ്തില്ല. പിന്നെ മറ്റൊന്ന്, ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമാണല്ലോ കൈലാസം, മാനസ സരോവരം ചൈനയിലാണ്.
നമുക്കത് വേണമെന്ന് ചോദിക്കണ്ട, പകരം അങ്ങോട്ട് പോവാൻ ഒരു ശരിയായ പാത നമുക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടാറ്. ഇപ്പോൾ എങ്ങനെ കറങ്ങിയൊക്കെയാണ്, ചൈന വഴിയൊക്കെ കറങ്ങിയൊക്കെ പോകണം. ദുർഘടമായ യാത്രയാണ് കൈലാസ മാനസ സരോവർ ദർശനത്തിലുള്ളത്. ആയിരക്കണക്കിന് ഹിന്ദു വിശ്വാസികളാണ് കൈലാസത്തിലും മാനസ സരോവരിലും പോകുന്നത്. മിനിമം അങ്ങോട്ടൊരു പാതയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. നെഹ്റു ചെയ്തില്ല. കാരണം നെഹ്റുവിന് അവിടുത്തെ ഹിന്ദുക്കളുടെ അല്ലേ, അത് പോണേ പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. ടിബറ്റൻ കയ്യേറ്റത്തെ ഇന്ത്യ നിശബ്ദം നോക്കി നിന്നത് ഇന്ത്യക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. അത് കിഴക്കൻ ലഡാക്കിൽ കൂടെ ചൈന റോഡ് നിർമ്മിക്കുന്ന വിവരം പാർലമെൻറ്റിൽ വന്നു. പാർലമെൻറ്റിൽ വന്നപ്പോൾ നെഹ്റു പറഞ്ഞതെന്താ അറിയോ? മരങ്ങൾ വളരാത്ത, കുറ്റിച്ചെടികൾ പോലും വളരാത്ത സ്ഥലമാണത്. നമ്മുടെ സ്ഥലത്തുകൂടി ചൈന റോഡുണ്ടാക്കിയെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ് അതിനെ എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസ് നേതാവായ മഹാവീർ ത്യാഗിയാണ്. കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത് ചൈന ലഡാക്കിൽ കൂടെ റോഡുണ്ടാക്കുന്നു, തടയണം നെഹ്റു, പ്രൈം മിനിസ്റ്റർ ഇടപെടണം, പ്രധാനമന്ത്രിജി ഇടപെടണം എന്ന് പറഞ്ഞു. ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞെന്നറിയോ? 61 മരങ്ങൾ പോലും വളരാത്ത, കുറ്റിച്ചെടി പോലും ഇല്ലാത്ത സ്ഥലമാണത്, അത് ആർക്ക് വേണമെന്ന്. ഉടനെ നെഹ്റുവിനോട് മഹാവീർ ത്യാഗി എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് പറഞ്ഞു, നോക്കൂ എൻ്റെ തല നോക്കൂ, ഒറ്റ മുടിയില്ല, അതുകൊണ്ട് എനിക്ക് തല വേണ്ട എന്ന് നിങ്ങൾ പറയുമോ എന്ന്. നെഹ്റു എന്താ പറഞ്ഞേ? ലഡാക്കിൽ ഒരു കുറ്റിച്ചെടി പോലും ഇല്ല, അവിടെ റോഡ് വന്നാൽ എന്ത്, ഇല്ലെങ്കിലെന്ന്. മഹാവീർ ത്യാഗി എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിന് അത് ഇന്ത്യയുടെ ശിരസാണ്. അവിടെ മുടിയില്ലെങ്കിലും അത് തലയാണ്, കുറ്റിച്ചെടി പോലും ഇല്ലെങ്കിലും അത് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണെന്ന് മഹാവീർ ത്യാഗിക്ക് അറിയാമായിരുന്നു. നെഹ്റു അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചു. എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിട്ട് പിന്നെയും 1 വർഷം കഴിഞ്ഞ് അവിടെ റോഡുണ്ടാക്കിയിട്ട് ആ റോഡിൻ്റെ പണി തീർത്ത് ആ റോഡിലൂടെ ചൈനീസ് പട്ടാളം വന്ന് ഇന്ത്യയെ ആക്രമിച്ചു. ആ റോഡിലൂടെയാണ് ചൈനീസ് പട്ടാളം വന്ന് ഇന്ത്യയെ ആക്രമിച്ചത്. ആര് വഴിയുണ്ടാക്കി കൊടുത്തു? നെഹ്റു. ഇനി തീർന്നില്ല, അക്സായ് ചിൻ പിടിച്ചു, ഇന്ത്യ പിടിച്ചു എന്നല്ലേ, അക്ഷയ ചീന, പുരാണത്തിൽ പറയുന്ന അക്ഷയ ചൈന പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനറൽ തിമ്മയ്യ കരസേനാ മേധാവിയായിരുന്നു. കരസേനാ മേധാവി പറഞ്ഞു നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. നെഹ്റുവും കൃഷ്ണമേനോനും കൂടെ ജനറൽ തിമ്മയോട് പറഞ്ഞു മിണ്ടിപ്പോകരുത്. തിമ്മയ്യ എഴുതിയിട്ടുണ്ട്, ചരിത്രമാണ്, ഡോക്യുമെൻ്റ് ഉണ്ട്, പുസ്തകമുണ്ട്, മിണ്ടരുത്. അതറിഞ്ഞാൽ അങ്ങനെ അവിടെ റോഡ് നിർമ്മിക്കുന്നു, ഈ പറയുന്ന റോഡുണ്ടാക്കുന്നു എന്നതും അറിഞ്ഞു. ജനറൽ തിമ്മയ്യ പോയപ്പോൾ പറഞ്ഞു മിണ്ടരുത്, മിണ്ടാൻ പാടില്ല എന്ന് ഉത്തരവ് കൊടുത്തു. പ്രതിരോധ മന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ജനറലിന്, കരസേനാ മേധാവി തിമ്മയ്യക്ക് ഉത്തരവ് കൊടുത്തു, ആരോടും പറയരുത്. കാരണം പഞ്ചശീല തത്വങ്ങൾ മുറുകെ പിടിക്കുന്ന ആളാണ് ഞാൻ, അത് ലംഘിക്കപ്പെടും. പിന്നെ അദ്ദേഹത്തിന് കാഴ്ചപ്പാട് മൊട്ടക്കാടല്ലേ, മൊട്ടഭൂമിയല്ലേ, പോണേ പോട്ടെ, നമുക്കെന്തിന് പഞ്ചശീല തത്വങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ് ജനറൽ തിമ്മയ്യെ ഭീഷണിപ്പെടുത്തി. ഇത് ഡോക്യുമെൻ്റുണ്ട്. എന്നിട്ട് പറഞ്ഞതെന്നറിയോ? താൻ ഈ പറയുന്നതൊക്കെ CIA വാദങ്ങളാണ്, അമേരിക്കൻ ചാരസംഘടനയുടെ വാദങ്ങളാണ്, അത് എൻ്റെ മുന്നിൽ കൊണ്ടുവെക്കരുത് എന്നാണ് പ്രതിരോധ മന്ത്രി കൃഷ്ണമേനോനും ജവഹർലാൽ നെഹ്റുവും ജനറൽ തിമ്മയ്യയോട് പറഞ്ഞത്. ഇതാണ് ചരിത്രം. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? അതിനുശേഷം ദോക്ലാമിൽ ഇന്ത്യയുടെ 2 പോസ്റ്റുകളിലേക്ക് ചൈനീസ് പട്ടാളക്കാർ കയറി വന്നു. എന്ത് സംഭവിച്ചു? വലിയ അടി കൊടുത്തു. 80ഓളം ചൈനക്കാർ കൊല്ലപ്പെട്ടു അല്ലേ? നമ്മുടെ ആൾക്ക് കാഷ്വാലിറ്റി ഉണ്ടായി, മരണമുണ്ടായി. പക്ഷേ നെഹ്റുവിൻ്റെ ഇന്ത്യ അല്ല, മോദിയുടെ ഇന്ത്യ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭൂപ്രദേശം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞ് നിസ്സംഗനായി വെറുതെ ഇരുന്നു. ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന് പറഞ്ഞപ്പോൾ താൻ മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിലക്കി വർഷങ്ങളോളം പുറത്തു പറയാതിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് ചൈന രാഹുൽ ഗാന്ധിയുടെ ട്രസ്റ്റിന് കോടിക്കണക്കിന് രൂപ സമ്മാനമായി കൊടുക്കുന്നത് എന്നാലോചിച്ചാൽ ഉത്തരം കിട്ടും. ഇതിനു മുമ്പുള്ള തലമുറയ്ക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വെറുതെ ആലോചിച്ചാൽ കേൾക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചൈന ചാരന്മാർ കൂടിയാണ്, അല്ലെങ്കിൽ ചൈനയെ നന്നാക്കാൻ ചൈന ഇന്ത്യയെ കൊണ്ടുപൊക്കോട്ടെ എന്നാഗ്രഹിക്കുന്നവർ കൂടിയാണ് ഇന്ത്യയെ ഭരിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മിനിമം ഒന്ന് ആലോചിക്കുക, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന അസ്ഥിരമായ, എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരതിർത്തി ആണ് ചൈനയുമായി നമുക്കുണ്ടായത്.
അതുണ്ടാക്കിയെടുത്ത ആരാണ്? നെഹ്റുവാണ്. അപ്പോൾ സിനുവിൻ്റെ ചോദ്യം കറക്റ്റാണ്. ചൈന നമ്മുടെ ഭൂമി പിടിച്ചിട്ടുണ്ട്, ഭൂമിയുടെ പേരും മാറ്റിയിട്ടുണ്ട്. ഇനി ചൈന ഒരിക്കലും എന്തു പറയില്ല, അക്സൈ ചിൻ എന്ന് പറയില്ല, പകരം ഹിയാൻ കൗണ്ടി എന്നാണ് പറയുന്നത്. പേര് മാറ്റിയിട്ടുണ്ട്. പഴി ആർക്കാണ്? മോദിക്ക്. പക്ഷെ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ എന്തും ചരിത്രം ആർക്കും അറിയില്ലല്ലോ. അതെ. ചരിത്രം ആർക്കും, ഇതാണ് ചരിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.